നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്യാമെന്നാണ്. നമുക്കിവിടെ ഹൈ ക്വാളിറ്റിയോട് കൂടി നമുക്ക് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അധികവും നമ്മൾ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് ഗൂഗിളോ ക്രോമോ ഓപ്പൺ ചെയ്തിട്ട് റിമൂവ് PG എന്ന് അധികം സെർച്ച് ചെയ്യും. അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് പിന്നെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താൽ ക്വാളിറ്റി പക്ക കുറവായിരിക്കും. എൻ്റെ ചാനലിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി തീരെ ഉണ്ടാവുന്നതല്ല. ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ പിന്നെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റിയോട് കൂടി നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ആ ആപ്ലിക്കേഷൻ എന്ത് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ്. ആപ്ലിക്കേഷൻ നിങ്ങൾ പിന്നെ ഇൻസ്റ്റാൾ ചെയ്തതിന് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പിന്നെ അടിയിലായിട്ട് കണ്ടിന്യൂ എന്നാണ് സാധ്യം. അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ചെയ്തവർക്ക് ഒന്ന് സെലക്ട് ചെയ്യുക. എന്ത് സെലക്ട് ചെയ്താലേ ഇല്ല. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. എല്ലാം എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. എല്ലാം ചെയ്യാൻ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ പെർമിഷനൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ്. പിന്നെ സെലക്ട് ചെയ്യുക ഫോട്ടോ എന്നാണ് ഫസ്റ്റ് തന്നെ ആകുമ്പോൾ ക്ലിക്ക് ചെയ്തതിൻ്റെ അതിൻ്റെ പെർമിഷനൊക്കെ എന്ത് ചെയ്യുന്ന അലോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോ ഒക്കെ ഇവിടെ കാണുന്നതാണ്. നമുക്ക് ഏത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടാണ് റിമൂവ് ചെയ്യണമെന്ന് വെച്ചാൽ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 2 ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതിനുശേഷം മടിയായിട്ട് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. ട്രൈ പ്രോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ മുകളിലായിട്ട് നമുക്കൊരു തെറ്റേക്കം കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടുന്ന് ഇതേപോലെ റിമൂവ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്നതാണ്. അടിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ സെലക്ട് ചെയ്ത ഫോട്ടോ ഇതുപോലെ പല കളറിലായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും. ഒറിജിനൽ ഇമേജ്, വൈറ്റ്, ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ഒരു സെയിം ഇമേജ് തന്നെ കുറേ കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുന്നൊരു ഇമേജ് കാണാൻ സാധിക്കും. അതെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവായ ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കുറച്ച് സമയം എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഐഡിയിലായിട്ട് സേവ് ടു ഗാലറി എന്നാണ് സാധ്യം. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആ ഇമേജ് ആയിട്ടുണ്ട്. ഞാൻ ഗാലറിയിൽ പോയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജാണ്. ഞങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഹൈ ക്വാളിറ്റിയോട് കൂടിയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഈസി ആയിക്കൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റിയോട് കൂടി ഏത് ഫോട്ടോയുടെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനായി കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ എന്തെന്ന് ക്ലിക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എങ്ങനെയാണ് കാണാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചാനൽ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ ചാനലിലേക്കാണ് പോവുക. അതിനുശേഷം നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റെ ബാക്ക് അടിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ബാക്ക് അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗെറ്റ് യുവർ ലിങ്ക് എന്ന്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ അപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും ഗോ ടു യുവർ ലിങ്ക് എന്നാണ് സാധിക്കുക. അപ്പോൾ നേരെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിലേക്കാണ് പോവുക. ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ ഒരു അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.